ഗുലാം അലിയെ തടയുമെന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഒരിടത്തും പ്രവേശിപ്പിക്കുക പോലും ഇല്ല എന്നാണല്ലോ ശിവസേനയുടെ പ്രഖ്യാപനം. എന്നാൽ കേരളത്തിൽ സംസ്ഥാന സർക്കാരും സ്വരലയെയും കൂടി ക്ഷണിച്ച് വിശ്വഗായകൻ വന്നു എന്ന് മാത്രമല്ല പാട്ടും പാടി നടക്കുകയാണ്. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയുടേതെന്ന് പറയപ്പെടുന്ന 5 ആളുകൾ കേരളത്തിലും വീമ്പ് പറഞ്ഞും കോലം കത്തിച്ചും ഗുലാം അലിയെ ഭീഷണിപ്പെടുത്തി. എന്തു ചെയ്യാം, ഗുലാം അലിയെ നാട്ടുകാർ ഒന്നാകെ സ്വീകരിക്കുന്ന കാഴ്ച കണ്ട് തീപിടിച്ച കോലം പോലും കെട്ടുപോയി. ചുരുക്കത്തിൽ ഗുലാം അലിയെ ഭീഷണിപ്പെടുത്താൻ വന്നവർ സ്വീകരണങ്ങൾ കണ്ടും പാട്ടുകൾ കേട്ടും പേടിച്ചോടിപ്പോയി എന്നർത്ഥം. എന്നാലും വീമ്പ് പറച്ചിലിന് ഒരു കുറവും ഉണ്ടായില്ല. പാകിസ്ഥാന്റെ തീവ്രവാദം, ജയ് ജയ് ശിവസേന, ജയ് ജയ് ശിവസേന, ഗോ ബാക്ക് ഗോ ബാക്ക് ഗോ ബാക്ക് ഗോ ബാക്ക് ഗോ ബാക്ക് ഗുലാം അലി, ഗോ ബാക്ക് ഗുലാം അലി. ശേഖര ഞാൻ ഒഴിച്ചു, നീ ഒഴിച്ചിട്ട് വാ. ശേഖര, ഗുലാം അലിയെ ഇവിടെ പാടാൻ അനുവദിക്കയില്ലെന്ന് വൃഥാ വീമ്പിളക്കിയ ശക്തികൾ അവരുടെ മനസ്സിന്റെ ക്രൗര്യം തെളിയിച്ചിരിക്കുന്നു. എവിടെ നിനക്ക് പ്രാന്താളി വേടാ പന്നി, ഓടിക്കോ പ്രേമ പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയേറിയില്ലാന്ന് ഓളെ തല്ലുകൊള്ളി. സംഗതി ഈ മട്ടിലൊക്കെയാണ് അവസാനിച്ചതെങ്കിലും അങ്ങ് കേന്ദ്ര ശിവസേനയോട് കാര്യങ്ങൾ വിശദീകരിക്കണമല്ലോ. അതുകൊണ്ട് ഉദ്ധവ് താക്കറെ എന്ന മൂത്തപ്പനോട് നടന്ന കാര്യങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് ശിവസേനക്കാർ തട്ടിവിടും. ഇടതുമാറി വലതുമാറി കരണം മറിഞ്ഞ് അടി വന്നപ്പോൾ ഓടിപ്പോയ ശിവസേന ചേകവരുടെ കഥ. ഞാൻ ഇരുന്നമർന്ന് വലത്തോട്ട് മാറി, ഉയർന്നു ചാടി കാര്യമിടയ്ക്ക് അവന്റെ നാവി നോക്കി ഒറ്റ തൊഴിയ. അതോടെ പുറഞ്ഞുവിന്റെ കച്ചവടം കഴിയുമായിരുന്നു. പക്ഷെ അവൻ ഒഴിഞ്ഞു കളഞ്ഞു. അവനെ കമ്പൗണ്ട് കുത്തി. ഞാൻ വിട്ടില്ല, മുന്നോട്ട് നീങ്ങി ഒറ്റ തീറ്റിയ. അതോടെ ആരെ ഞാൻ പിന്നെ പെടഞ്ഞങ്ങോട്ട് എഴുന്നേറ്റ് ഒരടി അങ്ങോട്ട് തുടങ്ങി. തലങ്ങനെയും വിലങ്ങനെയും അത്താനത്തും അത്താനത്തും അടി കൊണ്ട് സഹിക്ക വയ്യാതെ ഒറ്റ ഓട്ടവാ. ആരെ ഞാൻ തന്നെ. നിന്നെ അയച്ച എന്നെ വേണം പറയാൻ. അപ്പൊ എന്റെ കൂടെ വന്നവന്മാരും അവരോടി നാണം കെട്ടവന്മാർ ഇമാതിരി ശിവസേനക്കാരെ പേടിച്ചാണ് ഗുലാം അലി മുംബൈയിലൊന്നും പോകാതെ തിരിഞ്ഞോടിയത്. അവിടെ അക്രമം കൊണ്ട് നേരിട്ടു. ഇവിടെ 5 ആളുകളുടെ പ്രകടനം കൊണ്ട്. എന്തു ചെയ്യാം, വീമ്പിളക്കൽ നിർത്തണ്ട, ഡെമോക്രസിക്ക് ആവശ്യം വരും. ഗുലാം അലിയുടെ കാര്യത്തിൽ സഖാക്കൾക്ക് എന്തായാലും സംഘീവിരുദ്ധ അജണ്ട കൂടിയുണ്ടല്ലോ. നവകേരള മാർച്ചിന്റെ തിരക്കില്ലെങ്കിൽ പിണറായിയും ഗുലാം അലിയുടെ ഗസൽ കേൾക്കാൻ വന്നേനെ. മുഖ്യമന്ത്രി കസേര നോക്കി അടിമുടി മാറ്റം വന്നിരിക്കുകയാണല്ലോ പിണറായിക്ക്. എന്തായാലും ആ സ്വപ്നത്തിനിടെ പിണറായി ചിരിക്കാനും തമാശ പറയാനുമൊക്കെ ആരംഭിച്ചു എന്നാണ് ആളുകൾ പറയുന്നത്. സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മുതൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വരെ വിവിധ തരം ഫലിത പുസ്തകങ്ങൾ വാങ്ങി പഠനവും ആരംഭിച്ചു അത്രേ.
സംസ്ഥാന നേതാക്കൾ മുതൽ പിണറായി ആരാധകരായ കുട്ടി നേതാക്കൾ വരെ തമാശകളുമായി നടക്കുകയാണ്. എം സ്വരാജിന്റെ കാര്യം തന്നെ എടുക്കുക. സർക്കാരിനെതിരായ വിമർശനത്തിൽ പോലും തമാശകൾ നിറച്ചു വച്ചിരിക്കുകയാണ്. പിണറായിയെ പോലെ തന്നെ ആരെയെങ്കിലും കണ്ടാൽ അപ്പോൾ ഒരു തമാശ പറഞ്ഞു കളയും. എക്സ്റേ നോക്കിയിട്ട് ഡോക്ടർ രോഗിയോട്, എന്താണ് ഹേ നിങ്ങളുടെ വയറ്റിൽ കുറെ ടീസ്പൂണുകൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ രോഗി, ഡോക്ടറല്ലേ പറഞ്ഞത് രാവിലെയും വൈകുന്നേരവും ഓരോ ടീസ്പൂൺ വീതം കഴിക്കണമെന്ന്. ഇതൊന്നുമല്ല, നല്ല അസല് നമ്പറുകൾ വേറെ ഉണ്ട്. ഓരോന്നായിട്ട് ഇറക്കി വിടുണ്ണി. ബല, ഇനി അടുത്ത തമാശ ഞാൻ പറയാം കേട്ടോ. സകല മന്ത്രിമാരുടെ ഇനിഷ്യലൊക്കെ അങ്ങ് കെ കാണാൻ പറ്റും. പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന പെരുങ്കള്ളൻ കുഞ്ഞാലിക്കുട്ടി, എം കെ മുനീർ എന്ന് പറഞ്ഞ മഹാകള്ളൻ മുനീർ എന്നാണ് മനസ്സിലായിട്ട്. വി കെ ഇബ്രാഹിം കുഞ്ഞ് വലിയ കള്ളൻ ഇബ്രാഹിം കുഞ്ഞാണ്. സകലവും തസ്കര സംഘമാണ് കേരളം ഭരിക്കുന്നത്. ഇനിയുമുണ്ട് ഇഷ്ടം പോലെ. മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുന്നതും തമാശ പൊതിയോടുകൂടി തന്നെ. മുസ്ലിം ലീഗിലുള്ളവരെല്ലാം വിവരമില്ലാത്തവരാണത്രേ. വിവരമില്ലാത്ത ആളുകൾക്ക് മാത്രം മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. എന്നാലും പാണ്ടിക്കാട്ടെ ലീഗിന്റെ നല്ല സുഹൃത്തുക്കൾ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാം, ഈ പടിഞ്ഞാറൻ ബംഗാളിൽ റൈറ്റേഴ്സ് ബിൽഡിംഗിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 3 മന്ത്രിമാരുണ്ടായിരുന്നു. പണ്ട് 3 മന്ത്രിമാര് പണ്ടുണ്ടായിരുന്നു. നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതായിരുന്നു പണ്ട് ലീഗ്. അത് കുഞ്ഞാലിക്കുട്ടിയുടെ ലീഗായിരുന്നില്ല, അത് ഇസ്മയിൽ സാഹിബിന്റെ ലീഗായിരുന്നു. അത് ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ലീഗായിരുന്നില്ല, അത് CH മുഹമ്മദ് കോയയുടെ ലീഗായിരുന്നു. അത് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ ലീഗായിരുന്നു. ഇന്നോ പശ്ചിമ ബംഗാളിൽ 3 പഞ്ചായത്ത് മെമ്പർ ഇല്ല മുസ്ലിം ലീഗിന്. ആ ലീഗിന്റെ നേതാവ് പ്രസംഗിക്കാണ്, ബംഗാളിന്റെ സ്ഥിതി വരും. ആരോട്? നമ്മളോട്. ആർക്ക് വരും? നിങ്ങൾക്ക് വരുമെന്നാണോ ഉദ്ദേശിച്ചത്? ബംഗാളിലെ സ്ഥിതി കേരളത്തിൽ. ബംഗാളിലെ സീറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, രാജ്യത്തെ ആകെ പിടിച്ചുലച്ച ബീഫിന്റെ കാര്യത്തിലും ലീഗിന്റെ അവസ്ഥ കോമഡിയാണ്. അടുക്കളയിൽ ബീഫുണ്ടോ എന്ന് നോക്കാൻ വരുന്ന സംഘികളെ പേടിച്ചു കഴിയുകയാണത്രേ ലീഗുകാർ. കേരളത്തിലും വീടുകളുടെ അടുക്കളയിൽ ചെന്ന് പാത്രമൊക്കെ തുറന്നു നോക്കി ബീഫുണ്ടോ എന്ന് പരിശോധിക്കാൻ RSSന് ഇഷ്ടമല്ലായിട്ടല്ല. കാക്കി ടൗസറും ഒക്കെ ഇട്ട് വീട്ടിൽ വന്നിട്ട് അടുക്കളയിൽ ചെന്ന് പാത്രം തുറന്നു നോക്കി ബീഫുണ്ടോ എന്ന് നോക്കാൻ വന്നാൽ വന്ന പോലെ തിരിച്ചിറങ്ങാൻ കഴിയില്ല. ഇവിടെ ചുവന്ന നക്ഷത്രം തിളങ്ങുന്ന വെളുത്ത പതാകയുമായി ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട് എന്ന് നന്നായി അറിയുന്നോണ്ടാണ് ഇവിടെ വരാത്തത്. അറിയോ? അല്ല, യൂത്ത് ലീഗിനെ കണ്ടിട്ട ഒരു വരി പ്രതിഷേധ പ്രസ്താവന എഴുതിയോ ലീഗ്? ഈ ബീഫിന്റെ കാര്യത്തിൽ പ്രതിഷേധിച്ചിട്ടില്ലെങ്കിൽ എന്റെ ലീഗെ പിന്നെ നിങ്ങൾ ഏത് കാര്യത്തിലാണ് പ്രതിഷേധിക്കുക? ഒരക്ഷരം വേണ്ടിയോ? രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിന്റെ പേരിൽ ആളുകൾ കൊല്ലപ്പെടുമ്പോ ഒരു പ്രതിഷേധ പ്രസ്താവന എഴുതാനുള്ള രാഷ്ട്രീയമായ ആർജവം ലീഗിനുണ്ടായി. കോൺഗ്രസും ലീഗും എല്ലാം ഈ കാര്യത്തിൽ കണക്കാണ്. എന്തായാലും സ്വരാജിന്റെ പ്രസംഗം കൂടി കേട്ടതോടെ നാട്ടുകാർ ഒന്നുറപ്പിച്ചു. പിണറായിയുടെ വഴി അണികളും സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. തമാശയുടെ വഴി. ഇന്നസെന്റ് പാർട്ടിയിലേക്ക് വന്നതോടുകൂടി തമാശയുടെ പൾസ് പാർട്ടിക്ക് ബോധ്യമായി എന്നുറപ്പ്. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് ഗജേന്ദ്രൻ.